സ്ഥാപിക്കുവാൻ അനീതിയുടെ അരജന്മാരുടെ അനീതിയുടെ ആന്തോളനം അവർ നടക്കുന്ന ഒരു സമയമായിരിക്കും യേശുക്രിസ്തുവിന്റെ ഭരണമെന്ന് പറയുന്നത്. അന്ന് സമാധാന കളിയാടും. വേദപുസ്തകം വായിക്കുന്നുണ്ട്, ഒരു രാജാവ് നീതിയോടുകൂടെ വാഴും. എല്ലാ മതങ്ങളും ഇത് വിശ്വസിക്കുന്നുണ്ട്. യഹൂദ മതം വിശ്വസിക്കുന്നുണ്ട് മശിഹ രാജാവായി തിരികെ വരുമെന്ന്. ഇവിടുത്തെ ഇസ്ലാം മതക്കാർ വിശ്വസിക്കുന്നുണ്ട് ഈസാ നബി രാജാവായി വീണ്ടും വരുമെന്ന്. ഞങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്ന, ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വിശുദ്ധ ബൈബിള് വ്യക്തമായി ഉദ്ഘോഷിക്കുന്നുണ്ട്, യേശുക്രിസ്തു രാജാവായി മടങ്ങി വരും, ലോകത്തിന്റെ സാമ്രാട്ടുകളെയൊക്കെ തകർക്കും. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, അതിന്റെ മണിനാദം മുഴങ്ങുന്ന ശബ്ദമാണ് നമ്മുടെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ജനനം തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യം. യേശുക്രിസ്തുവിന്റെ ജീവിതം ക്രിസ്തുവിനെ തെരഞ്ഞെടുക്കുവാൻ യോഗ്യൻ. യേശുക്രിസ്തുവിന്റെ മരണം ക്രിസ്തുവിനെ തെരഞ്ഞെടുക്കുവാൻ യോഗ്യൻ. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് ക്രിസ്തുവിനെ തെരഞ്ഞെടുക്കുവാൻ യോഗ്യൻ. യേശുക്രിസ്തു വീണ്ടും വന്ന് രാജ്യം സ്ഥാപിക്കുമെന്നുള്ളത് കൊണ്ട് ക്രിസ്തു തെരഞ്ഞെടുക്കപ്പെടുവാൻ യോഗ്യനാണ്. ചോദ്യം, നിങ്ങളാരെ തെരഞ്ഞെടുക്കും? നിങ്ങളാരെ തെരഞ്ഞെടുക്കും? ലോകത്തെ തെരഞ്ഞെടുക്കുമോ? കള്ളനും കവർച്ചക്കാരനുമായ ബറബാസിനെ തെരഞ്ഞെടുക്കുമോ? അതോ ക്രിസ്തുവിനെ നിങ്ങൾ തെരഞ്ഞെടുക്കുമോ? നോക്കുക, നിങ്ങൾ ആരെ ഇന്ന് സന്ധ്യാസമയത്ത് തെരഞ്ഞെടുക്കും? ഇമ്മാനുവേലിനെയും മറ്റു സഹോദരങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും നല്ല ആർട്ടിസ്റ്റുകളെയും വേദിയിൽ അണിനിരത്തി മനോഹരമായ ക്രിസ്തീയ ഗാനമേള ഇവിടെ ക്രമീകരിച്ചിരുന്നതിന്റെ ആത്യന്തികമായ ഉദ്ദേശമെന്ന് പറയുന്നത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാ. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, ഒരൊറ്റ ജീവിതം. മരണം കൊണ്ടും മണ്ണ് കപ്പാത്തി ഒറ്റ ജീവിതം. മരണത്തിന്റെ മറുകരയിൽ മനുഷ്യന് നിത്യതയുണ്ട് പ്രിയരെ. മരണത്തിന്റെ മറുകരയിൽ മനുഷ്യന് ജീവിതമുണ്ട്. ഇവിടം കൊണ്ട് തീരുന്നതല്ല, ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല മനുഷ്യന്റെ ജീവിതം. അതിനപ്പുറം മനുഷ്യന് ജീവിതമുണ്ട്. അവനൊരാത്മാവുണ്ട്. അവന്റെ ജീവിതം ധന്യമാക്കണം. ഒരൊറ്റ ജീവിതം. ഒരു ചെറിയ കഥയൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. ഒരു ദിവസം രാവിലെ 50 പൈസയുമായി ഒരു പെൺകുട്ടി മിഠായി കടയിലേക്ക് ചെന്നു. വിവിധ വർണ്ണങ്ങളിലുള്ള മിഠായികൾ ഓരോരോ ഭരണികളിലായി നിറച്ചു വെച്ചിരിക്കുകയാണ്. ആദ്യം ഒരു മിഠായി ഭരണിയുടെ അടുക്കലേക്ക് ചെന്ന് പെൺകുട്ടി കടക്കാരനോട് ചോദിച്ചു, ചേട്ടാ, ഈ മിഠായിക്ക് എത്ര പൈസയാണ്? അദ്ദേഹം പറഞ്ഞു 50 പൈസ. എങ്കിൽ എനിക്ക് ആ മിഠായി വേണം. ആ ചുവന്ന മിഠായി എടുക്കാൻ ഭരണി തുറക്കുമ്പോൾ അവളുടെ ശ്രദ്ധ അടുത്ത ഭരണിയിലേക്ക് ചെന്നു. അതിൽ വെള്ളമിഠായി നിറച്ചിരിക്കുന്നു. വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ, ഈ വെള്ളമിഠായിക്ക് എന്താ വില? അതിനും 50 പൈസയാ. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, എനിക്കെന്നാൽ ആ വെള്ളമിഠായി മതി. അപ്പോൾ വീണ്ടും അതെടുക്കാൻ അദ്ദേഹം ഭരണിയുടെ അടപ്പ് തുറക്കുമ്പോൾ അവളുടെ ശ്രദ്ധയെ അടുത്ത ഭരണിയിലേക്ക് ചെന്നു. അത് മഞ്ഞമിഠായി നിറച്ചിരിക്കുന്ന ഭരണിയാണ്. അവൾ വീണ്ടും ചോദിച്ചു, ചേട്ടാ, ഈ മഞ്ഞമിഠായിക്ക് എന്താ വില? ഇയാൾ പറഞ്ഞു, അതിനും കൊച്ചേ 50 പൈസയാ. എന്നാൽ എനിക്കത് മതി. അത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ ചൂടായി, കോപിഷ്ഠനായി കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു, പോകൊച്ചേ, രാവിലെ 50 പൈസയുമായി വന്നിരിക്കുക മനുഷ്യനെ മെനക്കെടുത്താൻ. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ വാക്കിങ്ങനെയാ, ചേട്ടൻ അങ്ങനെയൊക്കെ പറയാ, എന്റെ കയ്യിൽ ആകെ 50 പൈസയുള്ളൂ. ഇത് കൈവിട്ടുപോയാൽ പിന്നൊരു മിഠായി വാങ്ങാൻ എന്റെ കയ്യിൽ കാശില്ല. അതുകൊണ്ട് ഈ 50 പൈസ കൊണ്ട് ഏറ്റവും മെച്ചമായ ഒരു മിഠായി വാങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുഹൃത്തുക്കളെ, യുവാവേ, യുവതികളെ, ഇവിടെ ഇരിക്കുന്നവരെ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ വഴിത്തലക്കിലും ഗ്രൗണ്ടിലുമൊക്കെയായി കടത്തിണ്ണകളിലുമൊക്കെയായി ഇരിക്കുന്നവരോട് പറയട്ടെ, ഒരു 50 പൈസയെ നിങ്ങളുടെ കയ്യിലുള്ളൂ. ഒരൊറ്റ ആയുഷേ നിങ്ങളുടെ കയ്യിലുള്ളൂ. ആ ജീവിതത്തെ എടുത്തെറിയരുത്. ആ പളുങ്കുപാത്രത്തെ ഉടച്ചു കളയരുത്. അത് ധന്യമാക്കി തീർക്കണം. അതിനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഈ മണ്ണിലേക്ക് വന്ന് ലോകത്തിൽ ജനിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, നിങ്ങൾക്ക് വേണ്ടി മരിച്ച്, നിങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ്, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി വേഗം വരാൻ പോകുന്ന, തെരഞ്ഞെടുക്കപ്പെടാൻ, പ്രൈസ് ഗോഡ്, തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുള്ള ഈ ക്രിസ്തുവിനെ ഇവിടെ നിൽക്കുന്ന ആര് ഇപ്പോൾ സ്വീകരിക്കും? പ്രിയപ്പെട്ടവരെ, മനസ്സുണ്ടോ? ഇതൊരു മതം മാറ്റമല്ല, സഭാമാറ്റമല്ല, പേരുമാറ്റമല്ല. നിങ്ങൾ ക്രിസ്തുവിനെ ഇന്ന് തെരഞ്ഞെടുക്കണം. എത്ര നിസ്തുല്യനായ പുരുഷൻ! ക്രിസ്തുവിനൊപ്പം പറയാൻ ഒരാളുമില്ല. അവിടുന്ന് എത്ര ശ്രേഷ്ഠനാണ്! ഈ ക്രിസ്തുവിനെ
ക്രിസ്തുവിനെ തെരഞ്ഞെടുത്താൽ ഇപ്പോൾ പാപമോചനമുണ്ട്, ആത്മരക്ഷയുണ്ട്, സമാധാനമുണ്ട്. ഈ ക്രിസ്തുവിനെ ഇപ്പോൾ തെരഞ്ഞെടുത്ത നിത്യ സ്വർഗമുണ്ട്, നിത്യ സന്തോഷമുണ്ട്. ആർക്ക് വേണം ഇത്? ഈ വൈകുന്നേരം എന്നെ കേൾക്കുന്നവരെ, എത്രയോ വട്ടം ആത്മഹത്യക്ക് വേണ്ടി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? എത്രയോ വട്ടം കയറ് കയ്യിലെടുത്തിട്ടുണ്ട്? പാളത്തിൽ ട്രെയിൻ പാളത്തിൽ കൊണ്ടുചെന്ന് തലവയ്ക്കാൻ പോയിട്ടുണ്ട്? എത്രയോ വട്ടം വിഷക്കുപ്പി കയ്യിലെടുത്തിട്ടുണ്ട് ആത്മഹത്യ ചെയ്യുവാൻ? വേണ്ട, നീ ആത്മഹത്യ ചെയ്യണ്ട. നിന്റെ ജീവിതത്തെ ധന്യമാക്കാൻ, നിന്നെയും നിന്റെ കുടുംബത്തെയും ഇന്ന് രാത്രി രക്ഷിക്കാൻ കഴിയുന്ന ക്രിസ്തു നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ മുട്ടുന്നു. നീ അവനെ തെരഞ്ഞെടുക്കുവാൻ മനസ്സുണ്ടോ? നിങ്ങൾ ആരെ തെരഞ്ഞെടുക്കും? അങ്ങനെ ഇന്ന് വൈകുന്നേരം ഈ ക്രിസ്തുവിനെ തെരഞ്ഞെടുത്ത് ജീവിതം ധന്യമാക്കി തീർക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിൽക്കുന്ന നിപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു തീരുമാനത്തിന്റെ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. കർത്താവായ യേശുവേ, ഞാനൊരു പാപി, അവിടുന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ ഹൃദയം ഞാൻ അവിടുത്തേക്ക് വേണ്ടി തരുന്നു. ഞാൻ അങ്ങയെ എന്റെ രക്ഷകരും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് തീരുമാനമെടുക്കുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെ തെരഞ്ഞെടുക്കും? ഈ യോഗ്യനായ ക്രിസ്തുവിനെ ഞാൻ തെരഞ്ഞെടുക്കുന്നു എന്ന് ആരേലും തീരുമാനമെടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കരമൊന്ന് ഉയർത്തി കാണിച്ചാൽ മതി. ഞാൻ ഈ ക്രിസ്തുവിനെ തെരഞ്ഞെടുക്കുന്നുവെന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങളുടെ കരം ഒന്ന് ഉയർത്തി കാണിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇനിയും ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഓർപ്പിച്ചതുപോലെ സഭാമാറ്റമല്ല, മതം മാറ്റമല്ല, പേരുമാറ്റമല്ല, തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുള്ള ക്രിസ്തു എനിക്ക് വേണമെന്ന് തീരുമാനിക്കുന്ന ഏതെങ്കിലും യുവാവ്, യുവതി, പ്രായമുള്ളവരെ, ചെറുപ്പക്കാര് കരമുയർത്തിയാട്ട് എനിക്ക് ക്രിസ്തുവിനെ വേണം. ഉയർത്തിയ കരങ്ങൾ താഴ്ത്തിയിടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകയാൽ ഈ യേശു ക്രിസ്തുവിനെ ഏറ്റെടുത്തുകൊണ്ട് ജീവിതം പവിത്രമാക്കി തീർക്കാൻ, ധന്യമാക്കി തീർക്കാൻ, ലക്ഷ്യബോധമുള്ളതാക്കി തീർക്കാൻ ദൈവം നിങ്ങൾക്കിട വരുത്തട്ടെ എന്ന് ഹൃദയംഗമമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെ ശ്രവിച്ച സകല ബഹുമാന്യ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം ഈ വചനങ്ങൾ നിമിത്തമായി ഈ ദേശത്തെ അനുഗ്രഹിക്കുമാറാകും. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂസിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂസിന്മേൽ തൂങ്ങുന്നു. കാൽവരി മലമേൽ നോക്കൂ നീ, കാൽവരി മലമേൽ നോക്കൂ നീ, കാൽകരം ചേർന്നിത ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിത ആണിമേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം, കള്ളവേദം നിറയ്ക്കേണ്ട ഉള്ളിൽ, കള്ളവേദം നിറയ്ക്കേണ്ട ഉള്ളിൽ, ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു. തള്ളയാവിച്ചു
തള്ളയാനേശുവിൻ കൈയിലേൽപ്പിക്കുക. രക്ഷിതാവിനെ കാക്ക പാപി, രക്ഷിതാവിനെ കാക്ക പാപി. നിന്റെ പേരല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേരല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാക്ക പാപി. അടുത്ത 2 ഗാനങ്ങളോടുകൂടെ ഈ ശുശ്രൂഷ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഒരു തമിഴ് ഗാനം നമ്മൾ കേൾക്കാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവനെ അഭിമുഖീകരിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളും ഒരുപോലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്: അവൻ നല്ലവനാണ്. അവനിൽ നിന്ന് നന്മ മാത്രം ആസ്വദിച്ചവരാണ് എല്ലാ വ്യക്തികളും. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളിൽ യേശുവിനെ സമീപിച്ചിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. യേശുവിനെ ജീവിതത്തിന്റെ അതിനായകനായി സ്വീകരിച്ച എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ പറയുവാൻ സാധിച്ചിട്ടുണ്ട്: അവൻ നല്ലവനാണ്. ഇന്ന് നിങ്ങൾ അവനെ ജീവിതത്തിന്റെ നായകനായി, നേതാവായി തെരഞ്ഞെടുത്താൽ നിങ്ങൾക്കും പറയുവാൻ കഴിയും സന്തോഷസമന്വിതം അവൻ നല്ലവനാണ്. ആശയം വരുന്ന ഒരു ഗാനം, യേശു സ്വാമി നല്ലവര് എന്ന ഗാനം നമുക്ക് യേശു സ്വാമി നല്ലവര്, എല്ലോർക്കും രക്ഷകര്, പാപം യാവും മன்னித்தார், நம்ம சாபங்களெல்லாம் நீக்கிட்டார். യേശു സ്വാമി നല്ലവര്, എല്ലോർക്കും രക്ഷകര്. യേശു സ്വാമി നല്ലവര്, എല്ലോർക്കും രക്ഷകര്, പാവം യാവും മன்னித்தாரு, பாவம் யாவும் மன்னித்தார், நம்ம சாபங்கள் எல்லாம் நீக்கிட்டார், நம்ம சாபங்கள் எல்லாம் நீக்கிட்டார். நல்லவர் நல்லவர் நன்மகளை செய்தவர், வல்லவர் வல்லவர் வார்த்தையிலே வல்லவர், அற்புதர் அற்புதர் அதிசயம் செய்தவர் இயேசு, நம்ம இயேசு சாமி வல்லவர், எல்லோருக்கும் ரட்சகர். இயேசு சாமி நல்லவர், எல்லோருக்கும் ரட்சகர். கெட்டப்பட்ட மனிதர்களில் கெட்டவிக்கும்
கர்த்தரவு. காயப்பட்ட பிள்ளைகளில் காயங்களே மாற்றுமவர். கெட்டப்பட்ட மனிதர்களில் கெட்டவிக்கும் கர்த்தரவு. காயப்பட்ட பிள்ளைகளில் காயங்களே மாற்றுமவர். கல்வாரி ரத்தத்தை ஊற்றிடுவான், அவளை கண்ணீரெல்லாம் மாற்றிடுவான். கல்வாரி ரத்தத்தை ஊற்றிடுவான், அவள் கண்ணீரெல்லாம் மாற்றிடுவான். நல்லவர் நல்லவர் நன்மகளை செய்தவர், வல்லவர் வல்லவர் வார்த்தையிலே வல்லவர். அற்புதரை அற்புதரை அதிசயம் செய்தவர் இயேசு, நம்ம இயேசு சாமி நல்லவர். எல்லோரும் ரட்சகரே, இயேசு சாமி நல்லவர். எல்லோரும் ரட்சகரே. கர்த்தர் பெரியவராம், வேதம் கொண்டு நம்மை காப்பவராம். சிலுவையில் சாத்தானை ஜெயித்தவராம், மரணத்தை ஜெயமாக்கி எழுந்தவராம். சேனைகளில் கர்த்தர் பெரியவராம், வேதம் கொண்டு நம்மை காப்பவராம். சிலுவையில் சாத்தானை ஜெயித்தவராம், மரணத்தை ஜெயமாக்கி எழுந்தவராம். யுத்தத்திலே இயேசு வல்லவராம், எல்லா ஜனத்திற்கும் ரட்சகராம். யுத்தத்திலே இயேசு வல்லவராம், எல்லா ஜனத்திற்கும் ரட்சகராம். நல்லவர் வல்லவர் நன்மகளை செய்தவர், வல்லவர் வல்லவர் வார்த்தையிலே வல்லவர். அற்புதரை அற்புதரை அதிசயம் செய்தவர் இயேசு, நம்ம இயேசு சாமி நல்லவர். எல்லோரும் ரட்சகரே, இயேசு சாமி நல்லவர். எல்லோரும் ரட்சகரே. பாவம் யாவும் மன்னித்தாரு, பாவம் யாவும் மன்னித்தாரு. நம்ம சாபங்கள் எல்லாம் நீக்கிட்டாரு, நம்ம சாபங்கள் எல்லாம் நீக்கிட்டாரு. நல்லவர் நல்லவர் நன்மகளை செய்தவர், வல்லவர் வல்லவர் வார்த்தையிலே வல்லவர். அற்புதரு அற்புதரு அதிசயம் செய்தவர் இயேசு, நம்ம இயேசு சாமி நல்லவர். எல்லோரும் ரட்சகரே, இயேசு சாமி நல்லவர். எல்லோரும் ரட்சகரே. ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിന്റെ അതിനായകനായി രക്ഷകനായി സ്വീകരിച്ച പല വ്യക്തികൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. പരസ്യമായി കൈ ഉയർത്തിയ പല പ്രിയപ്പെട്ടവരുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും കാരണവശാൽ പരസ്യമായി തങ്ങൾ തീരുമാനം പ്രകടിപ്പിക്കാൻ വിമുഖതയുള്ളവരുണ്ടാവാം. എന്നാൽ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ദയവായി ഇതുപോലെയുള്ള ചുവന്ന ബാഡ്ജ് ധരിച്ച പ്രിയപ്പെട്ടവർ പലരും ഇവിടെയുണ്ട്. അങ്ങനെയുള്ള സമീപത്ത് ഈ മീറ്റിംഗിന് ശേഷം ഒരു നിമിഷം ചെല്ലണം എന്ന് ഞങ്ങൾ വളരെ വിനയത്തോടെ ഓർപ്പിക്കുന്നു. ഒരു വാക്ക് നന്ദി പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 3 മണിക്കൂറിലധികമായി ഇവിടെ ഇങ്ങനെ പ്രോഗ്രാം നടത്തുവാൻ